പൂത്തുലഞ്ഞ് സുന്ദരികളായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അപ്പോൾ എൻ്റെ ഓർക്കിഡ് ഗാർഡനും അതിലെ പൂക്കളും ഒന്ന് കണ്ടോളൂ. ശരിക്കും ഓർക്കിഡുകളുടെ രാജ്ഞിയാണ് ഫെലനോപ്സിസ്. ക്യൂൻ ഓഫ് ഓർക്കിഡ് എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല വലിപ്പമുള്ള പൂക്കളാണ്, അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ഫ്ലവേഴ്സുമാണ് കേട്ടോ. ഡെൻഡ്രോബിയത്തിനേക്കാൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും നല്ല വലിപ്പമുള്ള പൂക്കള വെറൈറ്റി കളേഴ്സ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഓവറായിട്ട് ടെമ്പറേച്ചർ, ഇത് വാൻഡയാണ് കേട്ടോ. വാൻഡയിലെ പൂക്കളും നല്ല വലിപ്പമുള്ളതാണ്. അത് വാൻഡയ്ക്ക് പിന്നെ എനിക്കൊന്ന് പോട്ടിങ് മീഡിയ വേണ്ട. അതായത് ഇങ്ങനെ കണ്ടില്ലേ, ചട്ടി വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ഈർപ്പമൊക്കെ വലിച്ചെടുക്കും. പിന്നെ നമ്മൾ അതിന് ഫെർട്ടിലൈസറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെ അങ്ങ് പൊക്കോളും. ഫെലനോപ്സിസ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ്, അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഫ്ലവറുമാണ് കേട്ടോ. ഫെലനോപ്സിസിൻ്റെ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഡെൻഡ്രോബിയത്തിനേക്കാൾ കുറച്ചുകൂടി ദിവസങ്ങൾ അത് നിൽക്കാറുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ടെമ്പറേച്ചറും പറ്റുകയില്ല, അതുപോലെ തന്നെ കൂടുതൽ തണുപ്പും പറ്റുകയില്ല. ശരിക്ക് നമുക്ക് ഷെയ്ഡിനടിയിൽ തന്നെ വളർത്താം. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്താമെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മൾ ജനലൊക്കെ അടച്ചിട്ട് കഴിയുമ്പോൾ ആ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോഴൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നല്ല കാലാവസ്ഥ, അതായത് അതിനനുയോജ്യമായ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പൂത്ത് ഉലഞ്ഞ് നിൽക്കും കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ഓരോ ചെടിയിലും ഒരു 3-4 ഷൂട്ട്സ് വന്നിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഫെലനോപ്സിസിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയാലും നമ്മൾ ഈ സ്റ്റെം കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഈ സ്റ്റെമ്മിൽ നിന്ന് പുതിയ കിക്കീസ് ഉണ്ടായി വരാറുണ്ട്, വീണ്ടും അതുപോലെ പൂക്കുലകളും ഉണ്ടായി വരാറുണ്ട്. ഫെലനോപ്സിസിനുള്ള ഏറ്റവും വലിയൊരു ഗുണം അങ്ങനെയാണ്. പക്ഷേ ഡെൻഡ്രോബിയം നമ്മൾ അങ്ങനെയല്ല. ഇത് ഡെൻഡ്രോബിയമാണ്. ഡെൻഡ്രോബിയം പൂക്കൾ കൊഴിഞ്ഞു പോയാൽ നമ്മൾ ആ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് പെസ്റ്റിസൈഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. പൂക്കളൊക്കെ പ്രാണികൾ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫെലനോപ്സിസിൻ്റെ എല്ലാ ചട്ടികളിലും നിറയെ പൂക്കളാണ് കേട്ടോ. ഒരു നല്ല വൈറ്റ് കളറിലുള്ള ഒരു ചട്ടി ഒഴികെ ബാക്കിയെല്ലാം നിറയെ പൂക്കളാണ്. വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, ഫെലനോപ്സിസിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതായത് അതിൻ്റെ കൂമ്പിൽ, ഫെലനോപ്സിസിൻ്റെ കൂമ്പിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ഡെൻഡ്രോബിയം പോലെ തന്നെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഫെലനോപ്സിസും. ഒരല്പം കൂടി ശ്രദ്ധ കൂടുതൽ വേണമെന്നുള്ളതേ ഉള്ളൂ. ഇതെൻ്റെ ഗാർഡനിലുള്ള യൂഫോർബിയ ആണ്. യൂഫോർബിയ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടൊരു വെറൈറ്റി കളറ്, അടിപൊളി കളറ് 2-3 ചട്ടിയിലേതൊക്കെ ചീഞ്ഞു പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ്. ഇനി എല്ലാം പഴയതുപോലെ ഒന്നാക്കി എടുക്കണം. എൻ്റെ സന്തോഷം, എൻ്റെ ചെടികൾ അവ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം. ഡെൻഡ്രോബിയം പോലെ അല്ല കേട്ടോ, ഇതിൻ്റെ റേറ്റ് അല്പം കൂടുതലാണ്. അതുകൊണ്ടൊരു 600 മുതൽ മുകളിലേക്ക് പോകും. എങ്കിലും ചെടിയെ സ്നേഹിക്കുന്ന, പൂക്കൾ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെയുള്ളവർ ധാരാളം പേരുണ്ടല്ലോ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അതൊന്നും നോക്കാറില്ല. നമ്മളുടെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ കേട്ടോ.